എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ കരയുന്നു. ഇങ്ങനെ ഫോണിൽ ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അതിനൊക്കെ ആൾക്കാർ കണ്ണിങ്ങനെ നിറഞ്ഞു. ഒരു ചേട്ടൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ദിസ് ഈസ് മൈ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. ഇന്നൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇന്റർസ്റ്റെല്ലറിന്റെ ഒരു റിലീസാണ് ഇന്നല്ല. ആക്ച്വലി 7th തുടങ്ങിയായിരുന്നു റിലീസ്. പക്ഷെ എനിക്ക് ആദ്യത്തെ ദിവസത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. കോളേജും ക്ലാസ്സും അങ്ങനത്തെ സംഭവമൊക്കെ കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇപ്പോൾ 10th ആണ് ഇന്ന്. 3 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ റിലീസ് തുടങ്ങിയ 3 ദിവസം കഴിഞ്ഞ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു സിനിഫൈൽസിനും അല്ലെങ്കിൽ സിനിമ ഭ്രാന്തന്മാർക്കൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. കാരണം എല്ലാവരുടെ സിനിമ ആണെന്ന് ആരുടെയായാലും നിങ്ങൾ ടോപ്പ് 10 എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവരുടെയും ടോപ്പ് 10 ഇന്റർസ്റ്റെല്ലർ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാനിത് 19-60 പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഇത് ഐമാക്സ് കാണാന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ജീവിതത്തിൽ പോലും ഞാനിത് ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഇത് നടക്കുന്നു ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ തിയേറ്ററിൽ കയറി. ഇവിടെ തിയേറ്ററിൻ്റെ അകത്ത് ലൈറ്റൊന്നും ഓണാക്കിയിട്ടുണ്ടായിരിക്കില്ല. സിനിമ തീരുന്നവരെ ലൈറ്റൊന്നും അവർ ഓണാക്കില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഇരുട്ടായിരിക്കും. ഇവിടെ ഇൻറ്റീരിയർ ഒരു ഡിസൈൻ്റെ ലൈറ്റ് ഉണ്ട്. അത് നീല കളർ ലൈറ്റ്, അത് മാത്രം ഓണാക്കിയിട്ടുണ്ടാവും. പിന്നെ സിനിമ കഴിഞ്ഞിട്ടാണ് ലൈറ്റ് ഇടുന്നത്. ഇൻ്റർവെല്ലായി. അങ്ങനെ ഭയങ്കര അബ്രപ്റ്റായിരുന്നിട്ടായിരുന്നു ഇൻ്റർവെല്. പക്ഷെ കരഞ്ഞൊരു വഴിയായി. എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഇതാണ് ഇതൊക്കെ ഐമാക്സിൽ വന്ന് കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, അത് നിങ്ങൾ 2D റെഗുലർ തിയേറ്ററിലൊന്നും കാണാൻ നിൽക്കരുത്. പറ്റാവുന്ന അത്ര ഐമാക്സിൽ തന്നെ വന്ന് കാണുക. എന്തായാലും ഇനി സെക്കൻഡ് ഹാഫും കൂടെ കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കാം. അങ്ങനെ സിനിമ കണ്ട് ഇറങ്ങി. ഒന്നും പറയാനില്ല. ഈ വർഷത്തെ എന്നല്ല, ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് വർഷത്തിൽ ഒരു സിനിമയും കണ്ടിട്ട് ഇമ്മാതിരി ലെവലിൽ കരഞ്ഞിട്ടില്ല. കരച്ചിലെന്ന് പറഞ്ഞാൽ പൊട്ടിക്കരച്ചിൽ എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ പോലും അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അത്രയും ഒരു നമ്മൾ ഈ സിനിമ 50-60 പ്രാവശ്യം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള സിനിമയാണ്. എന്നിട്ട് പോലും ഐമാക്സിൽ ഇത് വന്ന് കാണുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ്, ഇത് നിങ്ങൾ 2D ഒരു റെഗുലർ തിയേറ്ററിൽ ഇത് പോയി കാണരുത്. അത് ഞാൻ ഇത് ഈ സിനിമയ്ക്ക് മാത്രമാണെന്നല്ല, ഐമാക്സിൽ ചിത്രീകരിച്ച ഒരു സിനിമയെ നിങ്ങൾ ഒരു റെഗുലർ 2D തിയേറ്ററിൽ പോയി കാണരുത്. കാരണം ഞാൻ റെഗുലർ തിയേറ്ററിനോട് എനിക്ക് ഒരു ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഐമാക്സിലെടുത്ത സിനിമ ഐമാക്സിൽ തന്നെ കണ്ടാൽ അതിൻ്റെ ആ ഫീല് കിട്ടുള്ളൂ. സിനിമ ഞാൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ എൻ്റെ തൊട്ട് അപ്പുറത്തൊരു പുള്ളി ഉണ്ടായിരുന്നു. ആ പുള്ളി പറഞ്ഞത്, അറിയാത്ത ഒരാളുടെ അടുത്ത് ഞാൻ സിനിമയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പറഞ്ഞത് ഈ സിനിമ ഐമാക്സിൽ കണ്ടത് വേറെ ഏതോ യൂണിവേഴ്സിൽ പോയതുപോലെയാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നിങ്ങൾ ഈ സിനിമയുടെ അകത്ത് ഇങ്ങനെ ഇമ്മേഴ്സ് ചെയ്തിരിക്കുമ്പോൾ സിനിമ കാണുകയാണെന്നുള്ള കാര്യം നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മറന്നു. നിങ്ങൾ വേറെ യൂണിവേഴ്സിൽ. ഞാനിപ്പോൾ മുഖം കഴിയുന്ന സ്ഥലത്ത് വന്ന് നന്നായിട്ട് മുഖം കഴുകി ഒന്ന് തുടച്ചൊക്കെ വന്ന, അല്ലെങ്കിൽ കണ്ണൊക്കെ ചുമന്ന് റെഡായിട്ടിരിക്കുകയായിരുന്നു കരഞ്ഞിട്ട്. ഞാനിപ്പോൾ ഗ്ലാസ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ണാടി. അല്ലെങ്കിൽ എനിക്ക് വിഷൻ പ്രോബ്ലം ആണ്. അപ്പോൾ കണ്ണാടി കൂടെ വെച്ചിട്ട് കണ്ടേ, കണ്ണാടി മൊത്തം ബ്ലറായിപ്പോയി. കണ്ണുനീര് കാരണം കണ്ണാടി മൊത്തം ബ്ലറായിപ്പോയി. അത്രയും ഇതായിരുന്നു. ബാക്കി ഞാനിപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാൻ കൂടെ ഒന്ന് കയറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാം.
ഓക്കെ, അപ്പോൾ ഇൻ്റർസ്റ്റെല്ലർ കണ്ട് വീട്ടിൽ തിരിച്ചെത്തി. കുറേ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് ഉണ്ട് സിനിമേനെ പറ്റിയും സിനിമയുടെ എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയും. പക്ഷേ ഇതെല്ലാം പറയുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്തേക്കാം. ഇതിൻ്റെ റിലീസ് 13-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. ഇന്നിത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 10-ാം തീയതിയാണ്. ഇത് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ 11-ാം തീയതി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും സീറ്റ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുക. അത് ഇവിടെ ആവണമെന്നില്ല, കൊച്ചി ഐമാക്സ് തന്നെ ആവണമെന്നില്ല. അതിപ്പോൾ കോയമ്പത്തൂർ, ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അവരായാലും ഇപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിലോട്ട് പോകാനിപ്പോൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ പോകുക. അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങളുടെ അടുത്ത് ഏത് ഐമാക്സ് ഉണ്ടോ അവിടെ പോയി ഈ സിനിമ കാണുക. കാരണം ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറേയൊക്കെ മിസ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ സിനിമ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് വേറെ യൂണിവേഴ്സിലാണെന്നുള്ള ഒരു ഫീലിംഗ് ആണ്. അതിനും കൂടുതലാണ് എൻ്റെ മനസ്സിൽ വന്ന ഫീലിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 9-10 എത്ര വർഷമെന്ന് അറിയില്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെറുതായിരുന്നപ്പോൾ ജംഗിൾ ബുക്ക് 3D കാണാൻ പോയി ലുലു PVR എടപ്പള്ളിയിൽ. ആ എക്സ്പീരിയൻസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ 3D കാണുന്നത്. അത് വേറെ കാര്യം. അപ്പോൾ കുഞ്ഞതായിരുന്നല്ലോ, ആദ്യമായിട്ട് 3D കാണുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ് ആദ്യമായിട്ട് 3D കാണുമ്പോൾ. അതും അന്നത് ഞാൻ സിനിമ 2Dയിലാണ് ഞാൻ സിനിമ കണ്ടിരുന്നെങ്കിൽ അതിപ്പോൾ എപ്പോഴും എല്ലാവരും കുറച്ച് സിനിമ ആണെന്ന് വീട്ടിൽ പോകുന്നു, ആ ഒരു സാധാരണ ഒരു എക്സ്പീരിയൻസ് പോലെ ആയിരിക്കും. പക്ഷെ ഞാൻ അന്ന് ആ സിനിമ 3D കണ്ടതിൻ്റെ ആ ഒരു ഫീലിങ്ങും ആ തിയേറ്ററിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ഫീലിങ്ങും സ്ക്രീനിൽ നിന്ന് പക്ഷികളും ഈ പുലിയും സിംഹവും ഒക്കെ ചാടി വരുന്നതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നതിൻ്റെ നമ്മളിങ്ങനെ തിരിഞ്ഞൊക്കെ നമ്മൾ നോക്കും, പക്ഷികളൊക്കെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ ആ അന്നുണ്ടായ ഒരു ഫീലിങ് പിന്നെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് വേറെ സിനിമയിൽ ഒന്നിനും കിട്ടിയിട്ടില്ല. അത് 3D ആയതുകൊണ്ട് ഉള്ള കാര്യം മാത്രമല്ല, വേറെ ഒരു സിനിമയ്ക്കകത്തും എനിക്ക് ആ ഒരു ഇമ്മേഴ്സീവ്നെസ്, നമ്മുടെ ചുറ്റുപാടും എല്ലാം മറന്ന് ആ സിനിമയെ തന്നെ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെയാണ് 2024 ഡ്യൂൺ 2 എന്നുള്ളൊരു സിനിമ ആയിരുന്നു. ഈ സിനിമ ഇൻ്റർസ്റ്റെല്ലർ ഞാൻ ഐമാക്സ് കണ്ടപ്പോൾ ഞാൻ കുറേ ത്രൂ ഔട്ട് ഞാൻ കുറേ വിചാരിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡ്യൂൺ 2 ഇറങ്ങിയ സമയത്ത് ഈ കൊച്ചി ഐമാക്സ് ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഐമാക്സ് ഉണ്ടായിരുന്നില്ല. ട്രിവാൻഡ്രത്ത് ഐമാക്സ് ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് എനിക്ക് ട്രിവാൻഡ്രത്ത് പോകാനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. എക്സാമൊക്കെ അടുത്തുള്ള സമയത്തായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തും പോകാനുള്ളൊരു സിറ്റുവേഷനിലായിരുന്നില്ല. പക്ഷേ ത്രൂ ഔട്ട് ഞാൻ ചിന്തിച്ചു വരികയായിരുന്നു വെച്ചാൽ, ഡ്യൂൺ 2 എന്നെങ്കിലും റിലീസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇവിടെ എന്തായാലും പോയി കാണും. അത് ഞാൻ ഡ്യൂൺ 2 4DX അത് ഇറങ്ങിയപ്പോൾ കണ്ടത്. അപ്പോൾ ജംഗിൾ ബുക്കിന് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്കകത്ത് ഇത്രയും ഇമ്മേഴ്സീവ്നെസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നിയത്. ഇത് അതിനും കൂടുതലായി. ഡ്യൂൺ 2 എനിക്ക് ഞാൻ 4DX ഫീൽ ചെയ്ത ഇമ്മേഴ്സീവ്നെസ്സിനും ഒരു 100 ഇരട്ടി കൂടുതലായിരുന്നു. കാരണം അതൊരു റെഗുലർ 4DX 2K സ്ക്രീനിങ് ആണ്. 4DX കുഴപ്പമില്ല, 4DXനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പക്ഷെ അതൊരു 2K പ്രൊജക്ഷനാണ്. ഇത് കേരളത്തിൽ തന്നെ ഏകമുള്ള 4K പ്രൊജക്ഷൻ ഉള്ള ഒരു സ്ക്രീനാണ് കൊച്ചി സിനിപോളിസ് ഐമാക്സ്. കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തും 4K ഇല്ല. തിയേറ്റർ കേപ്പബിളാണ് 4K വീഡിയോസും 4K സിനിമകളും പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളിപ്പോൾ ബുക്ക് മൈ ഷോയിൽ തുറന്നു നോക്കുമ്പോഴത്തേക്കും ഓരോ തിയേറ്ററിൻ്റെ സൈഡിലായിട്ട് 4K RGB 4K അറ്റ്മോസ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ അർത്ഥം ആ തിയേറ്റർ 4K പ്ലേ ചെയ്യാൻ കേപ്പബിൾ ആണെന്ന് മാത്രമാണ്. ഞാൻ ഈ വർഷം റീസെൻ്റ്ലി FRKയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത്. കാരണം ഈ തിയേറ്ററിലൊക്കെ 4K പ്ലേ ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് കിട്ടുന്ന DCP അല്ലെങ്കിൽ അവർക്ക് സിനിമ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന സാധനം 2Kയിലാണ്, അത് 4Kയിലല്ല. തിയേറ്റർ പ്ലേ ചെയ്യാൻ കേപ്പബിലിറ്റി 4K ഉണ്ട്, പക്ഷെ അവർ പ്ലേ ചെയ്യുന്നത് 2Kയാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഏക ഒരു തിയേറ്ററാണ് കൊച്ചി ഐമാക്സ്.
ഇവിടെ മാത്രമേ നിങ്ങൾക്ക് 4K സിനിമ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിപ്പോൾ തിരുവനന്തപുരത്ത് ഐമാക്സിലായാലും നിങ്ങൾക്ക് പോയാൽ അവിടെയും 2K, അത് 2K സീനോൺ പ്രൊജക്ഷനാണ്, അവിടെ നിങ്ങൾക്ക് 4K കിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ സിനിമ അല്ലെങ്കിൽ ഏത് സിനിമയിൽ നിങ്ങൾ ഐമാക്സ് പോയി കാണുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 4K ലേസർ XT തന്നെ പോയി കാണാൻ നോക്കുക. കാരണം 2Kയിൽ ഞാൻ പോയിട്ടുണ്ട്, 2K പ്രൊജക്ഷൻ പോരാ. അതെപ്പോഴാണ് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു കാഷ്വലായിട്ട് സിനിമ കാണുന്ന ഒരാളാണ്, നിങ്ങൾ എപ്പോഴും സിനിമ കാണാത്ത ഒരാളാണ്, കാഷ്വലി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു. പക്ഷേ കാഷ്വലായിട്ടുള്ള ഒരാൾക്കും അറിയാനുള്ള ഒരു വഴിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഇരുട്ടുള്ള സിനിമയ്ക്ക് പോവുക, കൂടുതൽ രാത്രിയിൽ സീൻസ് ഉള്ള അല്ലെങ്കിൽ നൈറ്റ് ടൈം സീൻസ് ഉള്ള ഒരു സിനിമയ്ക്ക് പോവുക. അങ്ങനത്തെ സിനിമയ്ക്ക് പോകുമ്പോൾ ആ സീൻസൊക്കെ ഭയങ്കര ഇരുണ്ടായിട്ട് കാണാൻ പറ്റും. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ ജെന്യുവലി നിങ്ങൾ ചിന്തിക്കും ഇത് ഈ സിനിമയുടെ കുഴപ്പമാണെന്ന്. കാഷ്വൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് സിനിമയുടെ കുഴപ്പമാണെന്ന് ചിന്തിക്കും, പക്ഷേ സിനിമയുടെ കുഴപ്പമല്ല, അതാ പ്രൊജക്ഷൻ്റെ കുഴപ്പമാണ്. ഈ ഇരുട്ടുള്ള അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ ഷൂട്ട് ചെയ്തേക്കുന്ന സീൻസൊക്കെ വരുമ്പോൾ ബ്ലാക്ക് ആയിട്ട് കാണത്തില്ല, കുറേ ഗ്രെയിൻസ് ഒക്കെ വരും. നിങ്ങൾ വീഡിയോ സൂം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കി കഴിയുമ്പോൾ ഗ്രെയിൻസ് ഒക്കെ കാണാൻ പറ്റും കുറേ. അപ്പോൾ അതൊരു വഴിയാണ്, ഭയങ്കര ഇരുണ്ടിരിക്കും, കാണാൻ വിസിബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഒരു സിനിമ കാഷ്വലായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ. അതാണ് ഞാൻ പറഞ്ഞത്. എസ്പെഷ്യലി ഈ സിനിമ ഞാൻ ഇവിടെ തന്നെ വന്ന് കാണണം എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം, ഇത് ഇൻഡസ്ട്രിയലർ ഒരു സ്പേസ് സിനിമയാണ്. സ്പേസിൽ ആരും ബൾബ് കൊണ്ട് വെക്കാൻ പോണില്ലല്ലോ. കൂടുതൽ നൈറ്റ് ടൈം സീൻസ് ഉണ്ട് ഇതിനകത്ത്, നൈറ്റ് ടൈം സീൻസ് ആണ് കുറേ കൂടുതൽ. അപ്പം അങ്ങനത്തെ ഒരു സാധനത്തിൽ നിങ്ങൾക്ക് ആ ഇരുണ്ടിരിക്കരുത്, ആ ഒരു ഇരുണ്ട ഫീലിംഗ് നിങ്ങൾക്ക് തോന്നരുത് ആ സിനിമ കാണുമ്പോൾ. അങ്ങനെ അതാണ് ഒരു കംപ്ലീറ്റ് ഓഡിയോ വൈസ് ആയാലും എല്ലാ രീതിയിൽ നിന്നും ഒരു അടിപൊളി എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു 4K ലേസർ ഐമാക്സിൽ തന്നെ ഈ സിനിമ കാണണം. അതുപോട്ടെ, എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഈ സിനിമേനെ വെട്ടിച്ച് ഇത് പ്രോബബ്ലി അല്ല, ദിസ് ഈസ് മൈ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. ഇത് വേറെ ഞാൻ ഒരു ഇത്തിരി കൂടെ ഞാൻ കോൾഡ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ എനിക്ക് റിയാക്ഷൻസ് വരണമെങ്കിൽ കുറച്ച് പാടാം. കാരണം വെച്ചാൽ ഞാൻ സിനിമ കണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തോരം ആ സിനിമേനോട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പോലും എൻ്റെ അടുത്തുനിന്ന് ഒരിത്തിരി റിയാക്ഷൻ വരുത്താൻ ഒരിത്തിരി പാടാം. ഇങ്ങനെ കോൾഡായിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ, ഇങ്ങനെ ഇരുന്നങ്ങ് കാണും, അങ്ങനത്തെ ഒരു ടൈപ്പ് പേഴ്സണായി. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഒരു റിയാക്ഷൻ വരുത്തണമെങ്കിൽ അതൊരു നല്ല സിനിമ ആയിരിക്കാം. എക്സ്പീരിയൻസിൻ്റെ ഐമാക്സ് അത് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ മാത്രമല്ല, സിനിമ നല്ലതായിരിക്കണം. ഈ സിനിമ കണ്ടിട്ട് എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ്, ഇതിൻ്റെ സ്റ്റോറി വൈസ് ഞാൻ കൂടുതൽ കരയാറുമില്ല. ഞാൻ സിനിമ കാണുമ്പോൾ ഇന്ന് പൊട്ടിക്കരയും സിനിമ ഉണ്ടത്. പൊട്ടിക്കരഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഞാൻ ഇട്ടേക്കുമായിരുന്നു, അത് മൊത്തം കരച്ച് ഇങ്ങനെ കണ്ണീര് വന്നൊരു ബ്ലറായിപ്പോയി ഗ്ലാസ് ഇട്ടതിൻ്റെ. എൻ്റെ തൊട്ടിപ്പുറത്ത് 4-5 പേര് എൻ്റെ തൊട്ടിപ്പുറത്ത് റൈറ്റിൽ ലെഫ്റ്റിലായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. കുറേ പേര് ഞാൻ ഇങ്ങനെ ഫോണിൽ ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് ആൾക്കാർ കണ്ണിങ്ങനെ നിറഞ്ഞ്, ഒരു ചേട്ടൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ പേരിങ്ങനെ കണ്ണ് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ കരയാണ്, ഒരു കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ വന്ന് ഇരിക്കുകയായിരുന്നു. ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ. പിന്നെയാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ഒരു കരച്ചിലുണ്ടായിരുന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ കരച്ചിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സിനിമയിലോട് ഇങ്ങനെ ഇമ്മേഴ്സ്ഡ് ആയിട്ട് വേറെ ചുറ്റുപാട് മൊത്തം മറന്നു. ഇവർ സ്പേസിൽ പോകുമ്പോൾ നമ്മൾ സ്പേസിലാണ്, ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. ആ ഫീലിങ് നിങ്ങൾക്ക് വളരെ ചില സിനിമയെന്ന് മാത്രമല്ല എക്സ്പീരിയൻസ് വയസ്സായാലും അത് നിങ്ങൾക്ക് ഒരു റെഗുലർ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടില്ല. ഈ ഇമ്മേഴ്സീവ്നെസ് നിങ്ങൾ സിനിമ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇല്ല ഞാൻ പറയുന്നില്ല, പക്ഷെ ഇമ്മേഴ്സീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ചുറ്റുപാട് മൊത്തം മറന്നുപോയി സിനിമയിലോട്ട് മാത്രം ഇങ്ങനെ ലേസർ ഫോക്കസ് ആയിട്ട് ഇരിക്കുമ്പോഴത്തെ ആ ഒരു സംഭവം ചില തിയേറ്ററിൽ മാത്രമേ കിട്ടുള്ളൂ. ആ ഫീലിംഗ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിൽ പോകണം. തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ നല്ല ലക്കാം ബ്രോഡ്വേ സിനിമാസിൽ പോകാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ അവിടെ പോകണം,
അല്ലെങ്കിൽ മുംബൈയിൽ കുറേ ഐമാക്സ് തിയേറ്റേഴ്സ് ഉണ്ട്, അവിടെ പോകണം. കോള തിയേറ്റേഴ്സ് ഉണ്ട്. GT ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ എത്ര GT തിയേറ്റേഴ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല, ഉണ്ടെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു ലേസർ, ഇവിടെ കൊച്ചിയിലുള്ളത് ലേസർ XT ഐമാക്സ്, അത് തന്നെ പോകുക. കാരണം ബാക്കി ഐമാക്സ് 70mm ഒന്നും നിങ്ങൾക്ക് പോകാൻ പറ്റുമോ ഞാൻ നിർബന്ധിക്കുന്നില്ല. കാരണം എൻ്റെ ഇപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ ജനറലി എന്നെ ഫോളോ ചെയ്യാത്ത ആൾക്കാരായാലും ആരായാലും ഇത് കണ്ടാലും പകുതിയോളം ആൾക്കാർക്ക് ഐമാക്സ് 70mm പോകാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ ഐമാക്സ് 70mm ഇല്ല. അപ്പോൾ പോകാൻ പറ്റില്ല, ഇല്ലാത്ത സ്ഥലത്തിലോട്ട് പോകാൻ പറ്റില്ലല്ലോ. തിയേറ്റർ ഉണ്ട്, പക്ഷേ അവിടെ ഇൻഡസ്ട്രിയലർ പ്ലേ ചെയ്യുന്നില്ല. ഇൻഡസ്ട്രിയലല്ല, അവിടെ ഒരു സിനിമയും പ്ലേ ചെയ്യുന്നില്ല. അതെപ്പം പൂട്ടി പോകുന്നുള്ള രീതിക്ക് ഇരിക്കും അവിടെ. അപ്പോൾ 70mm ഈ സിനിമ ഐമാക്സ് കാണാൻ പറ്റില്ല. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ ഐമാക്സ് ഏതാണെന്നുള്ളത് പോയി കാണാം. ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇത് എപ്പോഴും തിരിച്ചു വരില്ല. ഇതിപ്പോൾ ഏകദേശം ഫുൾ ബുക്കായി. ഇപ്പോൾ 13-ാം തീയതി ഞാൻ പറയാം, 13-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. ഇനിയും 2-3 ദിവസം കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ തീർന്നു. കാരണം വാലന്റൈൻസ് ഡേ 14-ാം തീയതി ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്നുള്ള ഒരു മാർവലിൻ്റെ സിനിമ റിലീസ് ചെയ്യുക. അപ്പോൾ ഐമാക്സിൻ്റെ എല്ലാ സ്ക്രീനും ആ സിനിമയ്ക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇൻ്റർസ്റ്റെല്ലറുടെ ഷോ എല്ലാം തീരും, ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് എല്ലാം കിട്ടും. ഫുൾ ബുക്ക്ഡാണ്. ഇപ്പോൾ പറ്റുവാണെങ്കിൽ നോക്കുക, പോയി കാണുക. അതാ ഞാൻ പറയാം. കൂടുതൽ ഇതിന് ഞാൻ ഈ വീഡിയോ പോലും കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾ പോയി കാണുക, അത്ര ഉള്ളു. സിനിമ പോയി കാണുക. ഒന്നും ചിന്തിക്കുക 600 രൂപയാണോ 700 ആണോ 400 ആണോ 500 ആണോ ഒന്നും നോക്കരുത്. കാശ് ഈ സിനിമയ്ക്ക് നിങ്ങൾ നോക്കരുത്. ഒരു എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ്, അടിപൊളി എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് നോക്കി പോകരുത്. കാരണം കാശ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുറയും. ഇപ്പോൾ ഒരു ഫോണിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ കാര്യമോ എന്തിൻ്റെ കാര്യമല്ല, നിങ്ങൾ കാശ് കുറയുന്നതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും കുറയും. അപ്പോൾ ഐമാക്സിൽ കാശ് കൂടുതലാണ് എപ്പോഴും, മെജോറിറ്റി സമയത്തും. വളരെ ഇടയ്ക്കിടയ്ക്ക് ഐമാക്സിൻ്റെ കാശ് കുറഞ്ഞു വരാറുള്ളൂ. അപ്പം കാശ് നോക്കരുത്, പോയി കാണുക. ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്, മിസ് ഔട്ട് ചെയ്യരുത്. ഞാൻ തന്നെ അന്തം വിട്ടിരിക്കുകയായിരുന്നു തിയേറ്ററിൽ. അത് എപ്പോഴും ഉണ്ടാകുന്ന നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ആ ഒരു ചെറിയ കുട്ടീനെ ആദ്യമായിട്ട് 3D കാണിക്കുന്നതിൻ്റെ ഫീലിംഗ് ആണ് എനിക്കിന്ന് ഇൻ്റർസ്റ്റെല്ലർ ഐമാക്സിൽ കണ്ടപ്പോൾ തോന്നിയത്. അതെല്ലാ സിനിമയിലും നമുക്ക് എപ്പോഴും കിട്ടില്ല. അതൊക്കെ ഈ റെഗുലറായിട്ട് നമ്മൾ പോയി ഒരു സിനിമ കണ്ട് തിരിച്ചു വരുന്നത് ഓർത്തിരിക്കില്ല. നമ്മൾ ആ സിനിമയെ പറ്റി ഒരു ചെറിയ ഗ്ലിംസസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അന്ന് ആ ഒരു സിനിമ കണ്ടായിരുന്നു എന്നുള്ള അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ സിനിമയെ പറ്റിയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ പറ്റിയോ ഓർത്തിരിക്കുന്ന ഒരു നിർബന്ധമില്ല. എസ്പെഷ്യലി ഞാൻ ഓർത്തിരിക്കില്ല. ക്യാഷ്വലായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ വർഷത്തിൽ 1-2 സിനിമ കാണുന്നവരൊക്കെ ചിലപ്പോൾ ഓർത്തിരിക്കുമായിരിക്കും. നമ്മളെപ്പോലെ ആഴ്ചയിൽ തന്നെ 4-5 സിനിമ അല്ലെങ്കിൽ എല്ലാ ദിവസവും 2 സിനിമയൊക്കെ വെച്ച് കാണുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഓർത്തിരിക്കില്ല. ഈ റെഗുലർ 2D തിയേറ്ററിൽ പോയി കണ്ട് ഏതെങ്കിലും പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഒരു സാധാരണ തിയേറ്ററിൽ പോയി കണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ്. അത് നിങ്ങൾ ഐമാക്സിൽ തന്നെ പോയാലേ അത് കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിലാണെങ്കിൽ ബ്രോഡ്വേ സിനിമാസ് കോയമ്പത്തൂർ പോയി കാണുക. അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം തിരുവനന്തപുരത്ത് പോകണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അതൊരു 2K പ്രൊജക്ഷനാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ കറുപ്പൊക്കെ ഇരുണ്ടിരിക്കും. നിങ്ങൾക്ക് സീനൊന്നും കണ്ണാടി ഇല്ലെങ്കിൽ എനിക്ക് കണ്ണാടി വേണമായിരുന്നു. കണ്ണാടി ഇല്ലെങ്കിൽ അതിനൊക്കെ കഴിഞ്ഞ പ്രശ്നവും. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ലേ, പോയി കാണുക. പറ്റുവാണെങ്കിൽ പോയി കാണും. 13-ാം തീയതി വരെ മാത്രമേ പോയി കാണാം, അത്രയാണ്. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ചെറിയൊരു ഞാൻ വ്ളോഗ് പോലെ എടുത്താണ്. ഇനിയിപ്പോൾ അടുത്ത വ്ളോഗ് എപ്പോൾ വരുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ വ്ളോഗ് അടുത്ത് എടുക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിച്ചെടുത്ത ഒരു വീഡിയോ അല്ല. ഇത് ഇൻ്റർസ്റ്റെല്ലർ എന്നുള്ളത് 10 വർഷം കഴിഞ്ഞിട്ട് വരുന്നൊരു സിനിമയാണ്. അതിനിപ്പോൾ ഇനി ഈ സിനിമ 10-20 വർഷം 30 വർഷം ഇനി എപ്പോൾ ഇത് റിലീസ് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം റെഗുലർ സ്ക്രീനിൽ 2D റെഗുലർ സ്ക്രീനിൽ ചിലപ്പോൾ റിലീസ് ചെയ്യുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയ്ക്ക് 2D പോയിട്ട് കാര്യമില്ല. 2D ഒരു നോർമൽ തിയേറ്ററിൽ പോയിട്ട് കാര്യമില്ല, ഐമാക്സിൽ തന്നെ പോവുക. അപ്പോൾ ഐമാക്സിൽ ഇനി ഇതൊക്കെ എപ്പോൾ വരുമെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഐമാക്സിൽ എപ്പോൾ തിരിച്ചു വരുമെന്ന്.
അപ്പോൾ പോയി കാണുക, ഈ എക്സ്പീരിയൻസ് മിസ് ഔട്ട് ചെയ്യരുത്. ഞാൻ ഈ എക്സ്പീരിയൻസ് വ്ളോഗ് ചെയ്ത് തന്നെ മറന്നു പോയരുത്. ഈ എക്സ്പീരിയൻസ് ജീവിതകാലത്ത് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു അത്. ഒട്ടും എനിക്ക് മറക്കാൻ താല്പര്യമില്ല. കുറേ വർഷം, 10-30 വർഷം കഴിഞ്ഞിട്ട് എനിക്കിത് ഇത്തിരി പോലും മറക്കാൻ താല്പര്യമില്ല. അപ്പോൾ അത് കാരണം വ്ളോഗ് ചെയ്ത് ഇടാം എന്ന് തീരുമാനിച്ചതാണ്. അല്ല യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് ലൈക്കും വ്യൂവും സബ്സ്ക്രൈബറും ഒക്കെ കിട്ടാമെന്ന് വിചാരിച്ചല്ല. എനിക്ക് ഞാൻ വ്ളോഗിങ്ങിനോട് വലിയ താല്പര്യപ്പെട്ട ഒരാളല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ വ്ളോഗ് ചെയ്യണമെന്ന് തോന്നിയാറ് മാത്രമാണ് വ്ളോഗ് ചെയ്തത്. ഇനി ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ ഇട്ടെന്നും ഇരിക്കാം, ഇട്ടില്ലാന്നും ഇരിക്കാം, അതൊക്കെ കണ്ടറിയാം. പക്ഷേ പോയി കാണും, സിനിമ പോയി കാണുക, പോയി കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും റിവ്യൂ തരിക, എന്താണ് ഫീൽ ചെയ്തതെന്ന്. ആദ്യമായിട്ട് ഐമാക്സിൽ പോകുന്നവരൊക്കെ ആരൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക, ഉള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാനൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കൂടി പോയി 10-20 പേര് കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്കറിയില്ല ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന്. പക്ഷേ കാണുന്നവരൊക്കെ പോയി സിനിമ കാണുക, അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇനി കാണാം. ടാറ്റ.